ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി കൊണ്ടുവന്ന് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് ഉമ്മാൻ്റെ അടുത്ത് തൊലിക്കാനെടുത്ത് കൊടുത്താട്ടോ. അപ്പോഴാണ് പറഞ്ഞത് കുറച്ച് നല്ലെണ്ണ ഉണ്ടെങ്കിൽ 2 ഉള്ളി കുത്തിയിട്ടിട്ട് തീ മൂപ്പിച്ച് തരുമോ, തലയിൽ തേക്കാനാണ് പറഞ്ഞു, ജലദോഷം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു പഴയ ആൾക്കാർക്കൊക്കെ പിന്നെ ഇങ്ങനത്തെ ഓരോ ചെറിയ തുക്കടി ഐഡിയകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, മുപ്പത്തിരടുത്ത് കുറേ പഴയകാലം അധികം ഹോസ്പിറ്റൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും പോകില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വിദ്യകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒക്കെ പരീക്ഷിക്കുന്നത്. അപ്പോൾ നല്ലെണ്ണയിൽ ചെറിയുള്ളി കുത്തിയിട്ടിട്ട് നല്ലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് തണുത്തതിന് ശേഷം തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റ് വാഷും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കുറച്ച് പെയിൻറ്റ് ബാക്കിയുണ്ടായിരുന്നു, അതുകൊണ്ട് മഴക്കാലത്ത് ചെളി തെറിച്ച ഭാഗത്തൊക്കെ അടിച്ചു വിടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് അവിടെ താത്ത കുറച്ച് വേസ്റ്റ് എണ്ണ തന്നായിരുന്നു കേട്ടോ സോപ്പ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനെപ്പോഴും സോപ്പ് ഉണ്ടാക്കിയിട്ട് അതിന് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ തന്നതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് സോപ്പ് ഉണ്ടാക്കാനൊന്നും നേരം കിട്ടില്ല. അപ്പോൾ എണ്ണ അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇതുവരെ സോപ്പ് ഉണ്ടാക്കാനേ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് അരിനെല്ലിക്ക കിട്ടിയിരുന്നു താഴത്തെ വീട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഞാനത് ഉപ്പിലിട്ട് വെച്ച് പകുതി മക്കൾ തിന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വലിയ നെല്ലിക്കയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 4 പീസാക്കിയിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ 1 കിലോ നെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പരോട് ആരോ പറഞ്ഞിട്ടുണ്ട് പുഴുങ്ങിയിട്ട് ഉപ്പിലിട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. 2 കുപ്പി നെല്ലിക്ക വെറുതെ വേസ്റ്റായി പോയിട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പുഴുങ്ങാതെ തന്നെയാണ് ഇട്ടത്. എൻ്റെ അമ്മ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പണിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉള്ളിയൊക്കെ കുറച്ച് തൊലിച്ച് തന്നു കേട്ടോ. ഉള്ളിയൊക്കെ എന്നിട്ട് അങ്ങനെ വലിയ ഉള്ളി കുറച്ച് കുപ്പിയിലിട്ട്, ചെറുള്ളി അതേമാതിരി കുറച്ച് അധികം പൊളിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് പൊളിച്ച് വെച്ചാൽ നമ്മൾ വേഗം എടുത്ത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ അർജൻറ്റ് സമയത്ത് നമുക്ക് പൊളിക്കാൻ നേരം കിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എടുക്കുകയല്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ നന്നാക്കിയതാണ് ഞാൻ, നേരമില്ലാത്തതുകൊണ്ട് അതൊന്നും അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഒരേ അളവിന് വെളുത്തുള്ളി ഇഞ്ചി എടുക്കണം, എന്നാലേ ഉള്ളൂ അരച്ച് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ഉണങ്ങാത്ത പച്ച ഉള്ളിയാണ് കേട്ടോ, ചെറിയ വെളുത്തുള്ളി. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് നല്ല കഴുകിയിട്ട് അതും കൂടി ഒന്ന് അടിച്ച് വെക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് വെക്കുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് ഉപ്പും സുർക്കയും കൂടി ഒഴിച്ചിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ആവശ്യമൊന്നുമില്ല. 1 ആഴ്ച 2 ആഴ്ച ഒക്കെ കേടാകാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് ഞാൻ ഉപ്പും സുർക്കയൊന്നും ഇടുന്നില്ല കേട്ടോ, അങ്ങനെ തന്നെ അടിച്ചു വെക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ എപ്പോഴേ എടുത്ത് വെക്കേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് നന്നാക്കി വെച്ചിട്ടും അടിച്ച് വെക്കാതെ നിന്ന് കേട്ടോ. വെളുത്തുള്ളി ശരിക്കും അരിഞ്ഞിട്ടില്ല കേട്ടോ, പച്ചുള്ളി അതുകൊണ്ട് കറങ്ങിയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഇഞ്ചി നല്ല അരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി കറിയിലൊക്കെ ഇടുമ്പോൾ അങ്ങനെ വെന്തോളും. അപ്പോൾ അത് അരച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഈ നെല്ലിക്ക കൊണ്ടുപോയി ഒന്ന് കളയണം, ആകെ പൂത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.